യേശുവേ സ്തോത്രം 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 ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സകലത്തിന്റെ സൃഷ്ടികർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവ അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ടിടയായി തീരും. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മെ കൈപിടിച്ചിരിക്കുന്ന ദൈവം ഹല്ലേലൂയ പ്രതികൂടെയും പ്രതികൂലങ്ങളുടെ സന്ധ്യത്തിൽ നമ്മുടെ വിട്ടുപോകുന്ന ഒരു കർത്താവല്ല, നമ്മുടെ കരത്തിൽ മുറുകെ പിടിച്ച് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവമത്രേ. ആ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന പകൽക്കാലമായി തീരട്ടെ. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നിങ്ങളുടെ കണ്ണ് നാളത്തെ വലിയ സാക്ഷ്യങ്ങളുടെ മുന്നോടി എത്ര. സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പല വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ കരയുന്നുണ്ടായിരിക്കാം, നിലവിളിക്കുന്നുണ്ടായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് തീരും എന്റെ കണ്ണുനീർ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നത്തെ നിങ്ങളുടെ കണ്ണുനീർ സ്തോത്രം നാളത്തെ വലിയ സാക്ഷ്യങ്ങളുടെ മുന്നോടി എത്ര. സ്തോത്രം. ഇന്ന് കരയുന്ന ദൈവ പൈതലേ, ആർക്കും പറയാനാവാത്ത ഹല്ലേലൂയ വലിയ സാക്ഷ്യങ്ങൾ ദൈവം നിങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയെത്തരും. ഹൃദയങ്ങളെ സ്പർശിക്കുന്ന, അനേകം ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന, ആർക്കും പകരം വയ്ക്കാൻ പറ്റാത്ത, ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത സാക്ഷ്യങ്ങൾ കരയുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. കണ്ണുനീരോട് വിതച്ചിട്ടുണ്ടോ? ഭാരപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. തക്ക സമയത്ത് അത് കിളിർക്കുവാനായിട്ട് ഇടയായി തീരുക. തക്ക സമയത്ത് അത് പൂക്കും. ഹല്ലേലൂയ. തക്ക സമയത്ത് അത് ഫലം കായ്ക്കും. ഒരു ആർപ്പോടെ കൊയ്ത്തായിട്ട് അത് പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. കണ്ണുനീരോട് വിതച്ച് നിൽക്കുന്ന ദൈവ പൈതലേ, അതിനകത്തൊരു ആർപ്പിന്റെ ധ്വനി ഉണ്ടാകുവാനായിട്ട് ഇടയെത്തിരാ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വായി ചിരിയും ആർപ്പും തരത്തക്ക രീതി കണ്ണുനീരിന്റെ മറുപടികൾ സ്വർഗത്തിലെ ദൈവത്തിന് മാനിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഹന്ന എന്ന് പറയുന്ന ഒരാളിനെ പറ്റി, സഹോദരിയെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹന്നയുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവമുണ്ട്, ഒരു വ്യസനത്തിന്റെ അനുഭവമുണ്ട്. ഹല്ലേലൂയ. പട്ടിണി കിടക്കുന്നവരുടെ അനുഭവം ജീവിതത്തിലുണ്ട്. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെ പട്ടിണി കൊണ്ട് മാത്രം തീരുന്നില്ല, കണ്ണുനീർ കൊണ്ട് മാത്രം തീരുന്നില്ല, തന്റെ ദുഃഖം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിന്റെ 1-ാം അധ്യായം 26ഉം 27ഉം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവൾ അവനോട് പറഞ്ഞത്, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കരയുവാൻ ഹന്നയ്ക്ക് കാരണങ്ങൾ ഒത്തിരി ഉണ്ടായെങ്കിൽ നമുക്ക് 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ അതിന്റെ വലിയൊരു സാക്ഷ്യമായി ദൈവം നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ചില സാഹചര്യങ്ങൾ നിന്നെ കരയിപ്പിക്കുന്നുണ്ടായിരിക്കാം, വല്ലാതെ നിന്നെ തകർത്ത് കളയുന്നുണ്ടായിരിക്കാം, നിലവിളിയിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് എന്നും കണ്ടിന്യൂ ആയിട്ട് പോകത്തില്ല. കരയുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്തൊരു സാക്ഷ്യം ഉളവാക്കും. സ്തോത്ര. ഹല്ലേലൂയ. നീ അനേകം പേരുടെ മധ്യ ഒരു സാക്ഷിയെ തിരുവാനായിട്ടിടയെ തീരും. നീ ഏത് വിഷയത്തിനു വേണ്ടി കരഞ്ഞുവോ ആ വിഷയത്തിന്റെ മറുപടികൾ, ഹല്ലേലൂയ, ഇതിനു വേണ്ടി എത്രയും ഞാൻ കരഞ്ഞത്. പലരും നിന്നെ കണ്ണുനീരോടെ കണ്ടവർ പലരും നിന്റെ കണ്ണുനീര് ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കാം. സ്തോത്ര. അവര് കണ്ണുനീര് ഓർക്കാതിരിക്കാം. പക്ഷെ
പക്ഷേ പലതും നിനക്ക് ഓർമ്മിപ്പിക്കത്തക്ക രീതി സ്തോത്ര അടയാളങ്ങൾ ദൈവം തരുവാനായിട്ട് ഇടയത്തിര, സാക്ഷ്യവുമായി ദൈവം നിന്നെ നിർത്തുവാനായിട്ട് ഇടയത്തിര. അങ്ങനെയൊക്കെ ഈ പ്രഭാതത്തിൽ കണ്ണുനീരോട് ദൈവസന്നിധിയിൽ കരയുന്ന, നിന്റെ ഭവനത്തിന് വേണ്ടി കരയുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന വ്യക്തിയായിരിക്കാം, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കരയുന്ന വ്യക്തിയായിരിക്കാം, ആത്മഭാരത്തോടെ കർത്താവിന്റെ സന്നിധി ദേശങ്ങൾക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി കരയുന്ന വ്യക്തിയായിരിക്കാം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്ര, വലിയ സാക്ഷ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരത്തക്ക തീരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയത്തിര. നിന്റെ കണ്ണുനീർ വിളിച്ചു വരുത്തുന്ന വലിയ സാക്ഷ്യങ്ങളായിരിക്കും സ്തോത്ര. നിന്റെ കണ്ണുനീർ ഹല്ലേലൂയ ആർക്കും പകരം വയ്ക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ അടയാളങ്ങളെ വിളിച്ചു വരുത്തുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം. ഇവിടെ ഹന്നയുടെ ജീവിതത്തിൽ നമുക്ക് നോക്കുവാൻ കാണുവാൻ സാധിക്കുന്നു. ഹന്നയ്ക്ക് കരയുവാൻ കാരണമുണ്ട്. കാരണം എന്താ? പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. പക്ഷെ അവിടെ ഏൽക്കാന പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് 10 പുത്രന്മാരെയൊക്കെ നന്നല്ലയോ, ഞാൻ നിന്റെ കൂടെയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെ ആശ്വാസം അതിനകത്ത് ഹല്ലേലൂയ കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവിടെ മേൽ കിടക്കുന്ന വിഷയം വലുതത്രേ സ്തോത്രം. ഒരു മാനുഷികമായ വാക്കുകൊണ്ട് നികത്താൻ കഴിയാത്ത രീതിയിൽ വേദനയും വ്യസനവും ഒക്കെ അവളുടെ ജീവിതത്തിൽ കാഠിന്യമായി കയറി വന്നപ്പോഴും അവൾ ചെയ്ത ഒരു കാര്യമുണ്ട്. അവൾ ദൈവാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിച്ചു. അവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിച്ച, കരയേണ്ട സമയം കരയുവാനായിട്ട് ഇടയായി തീർന്ന, പിന്നെ ആ വിഷയത്തെ ഓർത്ത് നീ കരയുവാൻ ഇടയാകത്തില്ല സ്തോത്ര. ആ വിഷയത്തിനകത്ത് നിനക്ക് സന്തോഷിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുവാനായിട്ട് ഇടയത്തിന്. കാരണം നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു മനുഷ്യനല്ല, നിന്റെ കണ്ണുനീർ കാണുന്ന സ്വർഗത്തിലെ ദൈവമത്രേ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം, അതെ, ആ കണ്ണുനീരിന് മറുപടി വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവ. കണ്ണുനീരോടെ വിതച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് ആർപ്പോടെ കൊയ്തെടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയെത്തിരും. പ്രിയ മക്കളെ, ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ആർക്കും പറയാനില്ലാത്ത, വ്യസനിപ്പിച്ച ഹന്നയ്ക്ക് പറയാനില്ലാത്ത, നിന്ദിച്ച ഏലി പുരോഹിതന് പറയാനില്ലാത്ത ഒരു സാക്ഷ്യമത്രേ ആർക്കുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത്. ഹന്നയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്ന, അതേ, വ്യസനിപ്പിച്ച പെനിനയ്ക്ക് പറയാനില്ലാത്ത, നിന്ദിച്ച ഏലി പുരോഹിതന് പറയാനില്ലാത്ത ഒരു സാക്ഷ്യം ഹന്നയ്ക്ക് കൊടുത്തുവെങ്കിൽ നിന്റെ കരച്ചിലിന് ഇടയാക്കി തീർക്കുന്ന ചിലർ കാണുമായിരിക്കാം. നിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് നിന്ദിക്കുന്ന പലർ നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം. അവർക്കെപ്പോഴും കണ്ണുനീരേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിന്നെ അപമാനിക്കുന്നവർ കാണുമായിരിക്കാം, നിന്നെ പരിഹസിക്കുന്നവർ കാണുമായിരിക്കാം, നിന്നെ കളിയാക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷേ അവർക്കാർക്കും പറയാൻ പറ്റാത്ത ഒരു സാക്ഷ്യത്തിന്റെ ഉടമയാക്കി ദൈവം നമ്മെ മാറ്റുവാനായിട്ട് ഇടയത്തിന. ചരിത്രത്തിന്റെ താളുകൾ ഹല്ലേലൂയ നിന്റെ കണ്ണുനീരിന്റെ മറുപടി വെളിപ്പെട്ടു എന്ന് പറയത്തക്ക രീതി സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ മക്കളെ സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, സ്തോത്ര, പെനീനയുടെ മക്കളെ ഒരു പേര് കൊണ്ട് മാത്രം സ്തോത്രം ഹല്ലേലൂയ ആ ഒരു വാക്യത്തിനകത്ത് ഒതുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഹന്നയുടെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, കരഞ്ഞ ഹന്നയുടെ ഉദരത്തിൽ നിന്ന് വന്ന തലമുറയുടെ പേര് 2 പുസ്തകം തന്നെ എഴുതി ചേർക്കുവാനായിട്ട് ഇടയെത്തുന്നു. കരയുന്ന ദൈവ പൈതലേ, നീ ഭാരപ്പെടണ്ട. നിന്റെ കരച്ചിന് മറുപടിയുണ്ട്. നിന്റെ കരച്ചിന് ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതേ സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് ചിലപ്പോൾ വ്യസനം കാണുമായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് നിനക്ക് ദുഃഖം കാണുമായിരിക്കാം. നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ നിന്റെ കണ്ണുനീരിന് മറുപടി തന്ന് മാനിച്ചു നിർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ ഒരിക്കലും പാഴായി പോകരുതെന്ന് നീ വിചാരിക്കരുത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. നീ ഒരു വിഷയത്തിനകത്ത് നീ കരഞ്ഞിട്ടിട്ടുണ്ട് സ്തോത്ര. ഹല്ലേലൂയ. ആ കണ്ണുനീർ അതിനെ കുതിർക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതിന്റെ മുള പൊട്ടി പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരാ. അതിന്റെ വളർച്ചയെ ആർക്കും ഒതുക്കാൻ പറ്റാത്ത രീതിയിൽ, അതിന്റെ വിടുതന്നെ ആർക്കും തടയാൻ പറ്റാത്ത രീതിയിൽ, അതിന്റെ ഉയർച്ചയെ ആർക്കും അപഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം തമ്മിൽ അതിനെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം.
ഹല്ലേലൂയ. ഒരു ആർപ്പിന്റെ അനുഭവത്തെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൾ ആലയത്തിൽ കടന്നുപോയി ദൈവത്തോട് കരയുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഏലി പുരോഹിതന് പറയാനില്ലാത്ത ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. അതേ ഹന്നയുടെ ജീവിതത്തിൽ കൊടുത്തു. എന്താ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 12-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. സ്തോത്രം. പക്ഷേ ഈ കരഞ്ഞ ഹന്നയുടെ പുറത്തുനിന്ന് വന്നപ്പോ ഇതിനെ പറ്റി പറയുന്നു, ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ കരയേണ്ട സമയത്ത് കരഞ്ഞു കഴിഞ്ഞാ പിന്നെ നീ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഏത് വിഷയത്തിനകത്ത് ആയിക്കൊള്ളട്ടെ സ്തോത്രം, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏലിയുടെ പുത്രന്മാർ 2 പേരും വഴിതെറ്റി മാറിപ്പോയപ്പോഴും അവിടെ ആലയത്തിന്റെ വിളക്ക് കെട്ടിക്കളയാതെ വണ്ണം, ആലയത്തിന് വിളക്ക് കെട്ടുപോകാതെ വണ്ണം ഒരു സൂക്ഷിപ്പുകാരനായിട്ട് അതേ ബാലനായി തന്നെ അവൻ എന്ത് ചെയ്ത് ശമൂവേൽ അവിടെ വളരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. നീ ചിന്തിക്കും നിന്റെ കരച്ചിൽ ഇതെന്താ കരച്ചിലെന്ന്. നിന്നെ കരയാൻ ദൈവം പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, കരയാനുള്ള കാരണങ്ങൾ നിന്റെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം, വിടുതൽ വലുതാ, സാക്ഷ്യം വലുതാ. സ്തോത്ര. ഹല്ലേലൂയ. അതെ, അതുകൊണ്ട് ദൈവം നിന്നെ വിട്ട് കരയിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന. സ്തോത്രം. അവിടെ നീ മൗനമായിട്ട് ഇരിക്കുകയല്ല, നിരാശപ്പെട്ടു പോകുകയല്ല, നീ ദൈവസേന കരയാൻ തുടങ്ങിയ. സ്തോത്രം. എന്റെ കർത്താവിന്റെ മറുപടിയെ ദൈവം നിനക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ഹന്ന ചെയ്ത ഒരു കാര്യമുണ്ട്. അവൾ ദൈവാലയത്തിൽ കടന്നു വന്നിട്ട് അപ്പൊ ഇതിനെ പുരോഹിതന്റെ അടുക്കൽ കാണിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ബാലനായിട്ടത്രേ ഞാൻ യഹോവയോട് അപേക്ഷിച്ചത്, യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുവാനായിട്ടെത്തുന്ന ഒരു സാക്ഷ്യത്തിന്റെ ഉടമയാക്കി കരഞ്ഞ ഹന്നയുടെ ജീവിതത്തെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, കരയുന്ന ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു സാക്ഷ്യം നിന്റെ നിന്ന് ഉളവാക്കും. കരയുന്ന നിന്നോട് ഈ പൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, ഒരു വലിയ സാക്ഷ്യം, ആർക്കും പകരം വയ്ക്കാൻ പറ്റാത്ത, ആർക്കും സ്തോത്രം തുല്യം ചൊല്ലാൻ പറ്റാത്ത ഒരു സാക്ഷ്യം ദൈവം നിന്റെ മേൽ തരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു, ശമൂവേൽ എന്ന് പേരിട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ ചരിത്രത്തിൽ ന്യായാധിപന്മാരുടെ ഭരണത്തിൽ നിന്ന് രാജാക്കന്മാരുടെ രാജ്യഭരണത്തിലേക്ക് മാറ്റം കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയായിരുന്നു എന്ന് ശമൂവേൽ എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരു ചരിത്രത്തെ മാറ്റുവാൻ തന്നെ ന്യായാധിപന്മാരുടെ ഒരു ഭരണമായിരിക്കുന്ന അതിനകത്ത് നിന്ന് രാജഭരണത്തിലേക്ക് മാറ്റുവാൻ തന്നെ, ഒരു ചരിത്രത്തെ തന്നെ മാറ്റുവാനായിട്ട് ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് കരഞ്ഞ ഹന്നയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന പൈതൽ. നിന്റെ കരച്ചിലിന്റെ മറുപടി നിനക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത രീതി, നിനക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതി ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്വർഗത്തിന്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട, ഉറപ്പോടും ധൈര്യത്തോടും ഇരിക്കുവാനായിട്ട് ഇടയെത്തീരണം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കരച്ചിന്റെ മറുപടിയാ പുറത്തു വന്നത്. കരയുന്ന ദൈവ പൈതലേ, നിന്റെ മറുപടി പുറത്തു വരും. സ്തോത്രം. എത്ര തന്നെ ഇനി മറുപടി വരത്തില്ല എന്ന് പറഞ്ഞാലും, എത്ര തന്നെ ഒതുക്കുവാൻ നോക്കിയാലും, കരയുന്ന ദൈവ പൈതലേ, കരഞ്ഞിട്ടുണ്ടോ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി പുറത്തു വരും. സ്തോത്രം. ആർക്കും ഒതുക്കി വയ്ക്കാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും അതിനെ മറച്ചു പിടിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം തമ്പുരാൻ പുറത്തു എടുക്കുവാനായിട്ട് ഇടയത്തില്ല. അത് നീ സന്തോഷിക്കുവാൻ, അതിൽ നീ ആനന്ദിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയത്തിരും. അങ്ങനെ ഈ പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കണ്ണുനീരോട് ദൈവസേന ഇരുന്ന് കരയുന്ന ദൈവ പൈതലേ, നിന്റെ തലമുറകൾ ഉയർത്തപ്പെടുവാനായിട്ടിടയത്തിരും, നിന്റെ തലമുറകൾ മാനിക്കപ്പെടുവാനായിട്ടിടയത്തിരും. ചരിത്രങ്ങളിൽ താളങ്ങൾ പിടിക്കത്തക്ക രീതിയിൽ അവരുടെ പദവികളെ ദൈവം ഉയർത്തി മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. സ്തോത്രക്കാൽ ഇവർ കൃഷി കടക്കുമ്പോഴും യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, യഹൂദ പുത്രിമാരെ, നിങ്ങൾ യഹൂദ സ്ത്രീ
സ്ത്രീകളെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ തലമേറെ ഓർത്ത് കരയുമിൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം. കരയുവാൻ ഒരു മാത്രം ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലമുറകൾ നശിച്ചു പോകുവാൻ എന്റെ സ്വർഗത്തിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. തിരുവചനത്തിലുടനീളം നോക്കുമ്പോ ആരെല്ലാം ദൈവസനിൽ കരയുവാനായിട്ടിടയെത്തുന്നു, ആ തലമുറകളൊക്കെ മാനിക്കപ്പെടുവാനായിട്ടിടയായിട്ടുണ്ട്, ആ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയെത്തിയിട്ടുണ്ട്, ആ തലമുറകളൊക്കെ ക്രിസ്തുവിൽ ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ പ്രിയതേ മക്കളെ, ഹന്ന ജീവിതത്തിൽ കാണിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവൾ സന്തോഷിക്കുവാനായിട്ടിടയെത്തുന്നു. കരഞ്ഞ ഒരു അധ്യായം മാറ്റിവെച്ചിട്ട് അവളെ ഒടുവിൽ നമുക്ക് കാണുവാൻ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ ഹൃദയം യഹോവയാൽ ആനന്ദിക്കുന്നു. അവിടെ ഹൃദയം മനോവ്യസനത്താൽ തകർന്ന ഒരു അനുഭവമുണ്ട്. മനുഷ്യർ അവിടെ ഹൃദയത്തെ മനോവ്യസനത്താൽ അവളെ തകർത്തിയപ്പോ അവിടെ 2-ാം അധ്യായത്തിൽ എഴുതുവാനായിട്ടിടയെത്തുന്നു, എന്റെ ഹൃദയം യഹോവയാൽ ആനന്ദിക്കുന്നു. മനുഷ്യർ നിന്റെ ഹൃദയത്തെ തളർത്തിയിരിക്കാം, മനുഷ്യർ നിന്റെ ഹൃദയത്തെ മനോവ്യസനത്തിൽ അകപ്പെടുത്തിയിരിക്കാം, പക്ഷേ എന്റെ ദൈവം നിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്ര. ആനന്ദത്തിന്റെ ശ്രുതിയ ദൈവം നിന്നെ നിറയ്ക്കുവാനായിട്ടിടയായി തീരും. സ്തോത്ര. മനുഷ്യരുടെ വാക്കുകൾ നിന്നെ തളർത്തുന്നുണ്ടായിരിക്കാം, മനുഷ്യരുടെ പ്രവൃത്തികൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, മനുഷ്യരുടെ നോട്ടം നിന്നെ സ്തോത്രഹലെ നിരാശയിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യഹോവ നിന്നെ ആനന്ദിപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ പറയുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാക്കുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളേ, ഇന്ന് കരയുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ സാക്ഷ്യം പറയുവാൻ, ആനന്ദിക്കുവാൻ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ വായിൽ ചിരിയും ആർപ്പും ദൈവം തരും. ഹല്ലേലൂയ. വാ തുറന്ന് നീ കരയുന്ന വ്യക്തിയായിരിക്കാം, അതേ നിലവാരമില്ലാതെ വേണം. ഹല്ലേലൂയ. വാവിട്ട് നിന്റെ വിഷമം കൊണ്ട് വിഷാദം കൊണ്ട് നിലവിളിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതിയിൽ, നിന്റെ വാ തുറന്ന് യഹോവയെ സന്തോഷിക്കത്തക്ക രീതിയിൽ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നീ അല്പസമയം തല കുനിച്ചിരിക്കേണ്ടി വന്ന് കാണുമായിരിക്കാം, നിന്റെ തലമുറയെ ഓർത്ത് നീ നിരാശപ്പെടേണ്ടി വന്ന് കാണുമായിരിക്കാം, നിന്റെ കുടുംബത്തെ ഓർത്ത് നീ കരയേണ്ടി വന്ന് കാണുമായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഏത് വിഷയത്തിനകത്ത് തല കുനിക്കേണ്ടി വന്നു, ഏത് വിഷയത്തിനകത്ത് നീ നിന്ദിക്കപ്പെട്ടോ, ഏത് വിഷയത്തിനകത്ത് നീ വ്യസനം കൊണ്ട് തകരുവാനായിട്ട് ഇടയായി തീർന്നോ, അതേ വിഷയത്തിനകത്ത് നിന്റെ തല ഉയർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ചിലപ്പോ കരയുന്നത്, ചിലപ്പോ വേദനിക്കുന്നത്, നീ തകരുന്നത് സ്തോത്രം ഈ ലോകത്തിൽ ആര് കാണുന്നില്ലായിരിക്കാം. സ്തോത്രം. നിന്റെ ഭവനത്തിലുള്ള ആര് കാണുന്നില്ലായിരിക്കാം. നിന്റെ വിഷമത്തിന്റെ ഘട്ടം എത്രത്തോളം കാഠിന്യമെന്ന് ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ നിന്റെ വിഷമഘട്ടത്തെ നന്നായിട്ട് അറിയുന്ന, നിന്റെ കണ്ണുനീരിന്റെ വേദനകളെ ആഴമായിട്ട് അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ കർത്താവിന് ഈ പകൽക്കാലം നിന്നോട് പറയാനായിട്ടുള്ളത്, ദൈവം നിന്റെ തല ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമ്മുടെ ദൈവം ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്ന ദൈവം, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാന് മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. കരയുന്ന നിന്റെ ജീവിതത്തിൽ നിന്ന് വരുന്ന വിടുതൽ എന്ന് പറയുന്നത് ആർക്കും തുല്യം ചെല്ലാൻ ഇതുവരെയും ഇല്ലാത്തതാ. സ്തോത്രം. ഹല്ലേലൂയ. അതേ ഹന്നയുടെ പുറത്തു നിന്ന് വന്ന ശമൂവേൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതുവരെയും ആരിൽ നിന്ന് പുറത്തു വരാത്ത ഒരു ബാലൻ. ഹല്ലേലൂയ. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, ഒരു ചരിത്രത്തെ തന്നെ മാറ്റുവാൻ, ന്യായാധിപന്മാരുടെ ഭരണത്തിൽ നിന്ന് രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് അനേക രാജാക്കന്മാരെ നിയോഗിക്കുവാനായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം എത്തിക്കുവാനായിട്ടിടയെത്തുന്നു. ഇന്ന് നിന്റെ കണ്ണുനീര് വലുതാണോ? സ്തോത്രം. നിന്റെ മറുപടി വലുതാ. നിന്റെ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ ചിന്തകൾക്കും നിങ്ങളുടെ ബുദ്ധികൾക്കും അപ്പുറമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി കരയുന്ന വിഷയത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയെത്തിനോ. ഒരിക്കലും നിങ്ങളെ കണ്ണുനീർ പാഴായി പോകാൻ ദൈവം ഇടയാകത്തില്ല. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. ഒരു കണ്ണുനീരിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ?
പ്രിയ ദൈവ പൈതലേ, അവിടെ നമുക്കൊരു ആർപ്പിന്റെ അനുഭവത്തെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര ഹല്ലേലൂയ. നീ വെറുതെ കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിന് മറുപടികൾ തരുവാനായിട്ട് ഇടയായി തീരുമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര. അതേ 126 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തുകൊണ്ട് വരുന്നു. സ്തോത്രം. ഹൃദയ നൊമ്പരത്തോടെ, ഹൃദയം തകർന്ന് ദൈവസേന കരയുന്ന, നിലവിളിക്കുന്ന ദൈവ പൈതലേ, സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര ഹല്ലേലൂയ. വിത്ത് ചുമക്കുമ്പോൾ നമുക്കറിയാം കരച്ചിലുണ്ടാകും. പക്ഷേ ആ കരച്ചിന്റെ ഒടുവിൽ വിതച്ചിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കറ്റ ചുമക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. അതെ, വിതച്ചത് അവിടെ തന്നെ കിടക്കത്തില്ല. നീ കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ വിത്തുകളും ഹല്ലേലൂയ അത് തക്ക സമയത്ത് കിളിർക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതിന്മേ മുൻമഴയും പിന്മഴയും ദൈവം പെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതേ സ്തോത്രം. ചില കട്ടകൾ ഉടച്ച് നിരപ്പാകുവാനായിട്ട് ഇടയായിത്തീരാ. അതേ സ്തോത്രം. ആ വിത്ത് കിളിർക്കുവാനായിട്ട് ഇടയായിത്തീരാ. ആ വിത്തിന്റെ മുകളിൽ ഹല്ലേലൂയ ഇനി ആ വിത്ത് കിളിർക്കാതിരിക്കുവാൻ എത്ര തന്നെ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ട് എങ്കിലും സ്തോത്ര, അതിന്റെ മുളയെ പൊട്ടിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാകിയ ആ മുള പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരാ. ഉഷ്ണം കൊണ്ട് തളർന്നു പോകാത്ത, വാടിപ്പോകാത്ത ഒരു തയ്യായി അത് വളർന്നു പന്തലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതിന്റെ കൊമ്പിനെ ആർക്കും ഒടിച്ചു കളയുവാൻ കഴിയില്ല. ജോസഫ് മതിലിന്മേൽ പടർന്നതുപോലെ കണ്ണുനീരിന്റെ മറുപടിയിൽ നിന്ന് പുറത്തു വന്ന തലമുറകൾ മാനിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരാ. മതിലിന്മേൽ പടരുവാനായിട്ട് ഇടയായിത്തീരാ. അവരൊരു അത്ഭുതമായി തീരുവാനായിട്ട് ഇടയായിത്തീരാ. അതിനെ വെട്ടിക്കളയുവാൻ നോക്കുമ്പോ അതിന്റെ കൊമ്പുകളെ സ്തോത്രം ഇല്ലാതാക്കി കളയുവാനായിട്ട് ശത്രു പല പദ്ധതികൾ കൊണ്ടുവരുമ്പോഴാ അതിനെ വളർത്തുന്നത് സ്വർഗത്തിലെ ദൈവമാക്കിയ അത് തഴയ്ക്കുവാനായിട്ട് ഇടയായിത്തീരാ. അത് വളരുവാനായിട്ട് ഇടയായിത്തീരാ. അത് പൂക്കുവാനായിട്ട് ഇടയായിത്തീരാ. അത് ഫലം കായ്ക്കും. ഹല്ലേലൂയ. അതിന്റെ ഫലത്തെ ഹല്ലേലൂയ ആർക്കും നിർമൂലീകരിക്കുവാനായിട്ട് കഴിയത്തില്ല. അതിന്റെ ഫലം മൂത്ത് അത് പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഒരു കൊയ്ത്തുണ്ടാകും. അപ്പോൾ ഒരു കൊയ്ത്തുണ്ടാകും. അന്ന് നിനക്ക് കാണുവാൻ കഴിയും, ഞാൻ കരഞ്ഞതും പ്രാർത്ഥിച്ചതും നിലവിളിച്ചതും വൃഥമായി തീർന്നില്ല എന്ന്. കരയുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വിടുതലിനെ തടയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ നന്മയെ തടയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്ക. കണ്ണുനീരോടെ വിതച്ച ദൈവ പൈതൽ ആർപ്പോടെ കൊയ്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അന്ന ദൈവസേനി പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അതെ, ഈ ബാലനായിട്ട് ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവൾക്ക് പറയാനായിട്ടുണ്ട്. പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി കാണിക്കാൻ ദൈവം ഒന്ന് കൊടുത്ത്. സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കൊരു ഊഹാഭോഗം എന്റെ ജീവിതത്തിൽ വിടുതൽ നടന്നു അങ്ങനെ പറയുവാനല്ല, വ്യക്തമായിട്ട് ചിലതിനെ കൊണ്ടുപോയി കാണിച്ച് ഈ വിടുതൽ എന്റെ ജീവിതത്തിൽ നടന്നു, ഈ വിടുതലിന് വേണ്ടിയാ ഞാൻ ഇന്ന ടൈമിൽ കരഞ്ഞത്, ഇതിന്റെ മറുപടിക്ക് വേണ്ടിയാ ഞാൻ ദൈവസേന കരഞ്ഞതെന്ന് വ്യക്തമായി പറയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം ചില മറുപടികൾ ദൈവം നിനക്ക് തരുവാനായിട്ട് ഇടയായി തരും. സ്തോത്ര. കരയുന്ന ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അനേകം ഹൃദയങ്ങളിൽ സ്പർശിക്കത്തക്ക രീതിയിൽ, ആർക്കും പകരം വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ചില അത്ഭുത സാക്ഷ്യങ്ങൾ നിന്നിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയത്തിരും. കണ്ണുനീരോടെ നീ വിതച്ചിട്ടുണ്ടോ? ഭാരപ്പെടേണ്ട, അത് കിളിർക്കും, പൂക്കും, ഫലം കായ്ക്കും. സ്തോത്രം. 100 മേനിയായിട്ട് ഫലം കൊയ്യുന്ന ഒരു ടൈമിൽ ഒരു ആർപ്പിന്റെ അനുഭവത്തെ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്ക. നിരാശപ്പെട്ടു പോകണ്ട. എന്ന് കണ്ണുനീർ മാറുമെന്നോർത്ത് നെടുവീർപ്പിടണ്ട. സ്തോത്ര. ഹല്ലേലൂയ. അതെ, നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആർക്കും പകരം വയ്ക്കാൻ പറ്റാത്ത സാക്ഷ്യത്തിന്റെ ഉടമയാ
വിധവയാക്കി സ്തോത്രം ഹന്നെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ശമൂവേലിനെ ദൈവം വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ആ കരച്ചിന്റെ മറുപടി ശമൂവേൽ ദൈവാലയത്തിൽ വളരുവാൻ, ദൈവാലയത്തിന്റെ വിളക്ക് കെട്ടുപോകാൻ ഇടയാക്കാത്തവണ്ണ ദൈവം വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതേ സ്തോത്രം അനേക രാജാക്കന്മാരെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അനേക പേർക്ക് സ്തോത്രം വിടുതൽ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഇന്ന് നീ കരയുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ മറുപടികൾ അത്ഭുതകരമായി വെളിപ്പെടുവാനായിട്ട് ഇടയത്തരും. നിന്റെ കണ്ണുനീരിന്റെ മറുപടി സാക്ഷ്യമായിട്ട് ഹല്ലേലൂയ അത് പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ എനിക്ക് ഉറച്ചു വിശ്വസിക്കാം, നമ്മുടെ ദൈവം നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യും. നിന്റെ വായിച്ചിരിയും ആർപ്പും സ്വർഗത്തിലെ ദൈവം തരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, കണ്ണുനീരോടെ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്ന അനേകം പേരുണ്ട് കർത്താവേ. അവരുടെ കണ്ണുനീരിന്റെ മറുപടി വലിയ സാക്ഷ്യമായി വെളിപ്പെട്ടു വരട്ടെ. ഹന്നയുടെ കണ്ണുനീർ വലിയ സാക്ഷ്യത്തിന് ഉടമയാക്കി തീർത്തതുപോലെ കർത്താവേ, ഏതെല്ലാം വിഷയത്തിനു വേണ്ടി അങ്ങോട്ട് പ്രിയപ്പെട്ടവർ കരയുന്നുവോ കർത്താവേ, അവരുടെ കണ്ണുനീരിന്റെ മറുപടി ഒരു ആർപ്പിനോടൊപ്പം വലിയ സാക്ഷ്യങ്ങൾ, ആർക്കും അപഹരിക്കാൻ പറ്റാത്ത, ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത, ആർക്കും അതിനോടൊപ്പം സമമെന്ന് പറയുവാൻ കഴിയാത്ത വലിയ സാക്ഷ്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് പുറത്തു വരട്ടെ കർത്താവേ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. അപ്പൊ ആ ലൈവിലായിരിക്കും ഓരോരുത്തരുടെ മേല ദൈവത്തിന്റെ കൃപ ഈ പകൽക്കാലം ചലിക്കട്ടെ കർത്താവേ. അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം വെളിപ്പെടണമേ. അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, ആർപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടാക്കട്ടെ. വായിൽ ചിരിയും ആർപ്പും കർത്താവേ യഹോവയിൽ അവർ ആനന്ദിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ തന്റെ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.